ഈ രണ്ട് വാൽവ് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം അടച്ചു വെക്കുക. അത് അടച്ചതിനാണ് ഇരിക്കുന്നത്. ഈ വാൽവും തുറന്നു വെക്കുക. ഇപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ലൈൻ നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ സംഭവം? അത് തുറന്ന് ആ വാൽവും തുറന്ന് ഈ വാൽവും തുറന്നു. ഇനി പമ്പ് ഓൺ ചെയ്താൽ എങ്ങോട്ട് വെള്ളം പോകുന്നു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മേലേക്ക് തന്നെ പോകും, ആ ടാങ്കിനകത്ത് പോകും. അപ്പം നമ്മുടെ ഉദ്ദേശം തന്നെ അതാണ്. അവിടെ കിടക്കുന്ന ബാക്ടീരിയയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവിടുത്തെ ബാക്ടീരിയ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ആ വാൽവും തുറക്കണം, ഈ വാൽവും തുറക്കണം. എന്നിട്ട് സ്ലെഡ്ജ് പമ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്വിച്ച് പമ്പ്. സ്ലെഡ്ജ് പമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം സ്ലെഡ്ജ് പമ്പ് എവിടെ ഓണാക്കുന്നത്? ഇതുണ്ടോ? ഈ സ്ലെഡ്ജ് പമ്പ് ഓണാണെങ്കിൽ BLR. അപ്പം നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പമ്പ് ഓണാവും. കണ്ടോ? പക്ഷേ ഇത് ഓണാണെങ്കിൽ ഇത് ഓട്ടോയിലാണെങ്കിൽ പമ്പ് ഓണാകത്തില്ല. ഓണാവില്ല. അത് നമ്മൾ ആദ്യം മാനുവലാക്കിയാൽ മാത്രം സ്ലെഡ്ജ് പമ്പ് ഓണാകത്തുള്ളൂ. അതെല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ചെയ്യുക. രാവിലെ ഏതൊരു സമയം വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം സ്കിപ്പായി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അതങ്ങനെ ചെയ്യുക. അത് ചെയ്ത് പിന്നെ ആഴ്ചയിലൊരു ദിവസം ഈ വാൽവ് തുറക്കണം. ഇത് നമ്മുടെ പുറകിൽ ഡ്രൈൻ ബെഡിനകത്തോട്ട് പോകുന്ന വാൽവാണ്. ഇതങ്ങ് തുറക്കണം. ഇത് തുറന്നിട്ട് ഇതങ്ങ് അടയ്ക്കുകയും ചെയ്യണം. ഇത് അടച്ചിട്ട് ആ പമ്പ് ഓൺ ചെയ്യുക. അപ്പം ഈ ടാങ്കിനകത്ത് കൂടുതലായിട്ട് വരുന്ന സ്ലെഡ്ജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സാണ്. ആ വാൽവ് തുറന്ന് വെക്കുക. ഇത് തുറക്കുക. ഇത് നമ്മുടെ ഡ്രൈൻ ബെഡിനകത്തോട്ട് പോകുക. അതൊരു പമ്പ് ഓൺ ചെയ്യുക. നമ്മുടെ പുറയിൽ മെറ്റലൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്ന സാധനമല്ലേ, ഇത് ഓൺ ചെയ്യുക. അപ്പോൾ അവിടെ വെള്ളം ചെയ്യുക. ഇതിനകത്ത് സ്ലെഡ്ജൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ട് സ്ലെഡ്ജ് ഉണ്ട്. ഒരു 10-15 മിനിറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേന് അടിയിലുള്ള സ്ലെഡ്ജൊക്കെ ഇങ്ങ് പോയി. ഇതിപ്പോൾ ക്ലിയർ വാട്ടർ അല്ലേ? ക്ലിയർ വാട്ടർ. എന്നാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് അതങ്ങ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് സ്ലെഡ്ജും കാര്യങ്ങളൊന്നും കിടക്കത്തില്ല. ഈ വെള്ളം നമ്മുടെ തിരിച്ച് കളക്ഷൻ ടാങ്കിലോട്ട് തന്നെ പോകണം. ഒരു സിംഗിൾ ഡ്രോപ്പ് പോലും നമുക്ക് വെളിയിൽ പോകത്തില്ല. എല്ലാം ഇതിനകത്ത് തന്നെ, എല്ലാം കളക്ഷൻ ടാങ്കിൽ തന്നെ തിരിച്ചു വരും. എവിടെ പോയാലും ഫൈനലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത വെള്ളം മാത്രമേ പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസർക്കുലേഷൻ കൊടുക്കുക. അത് ഈ ടാങ്കിലെ വെള്ളം എടുത്തിട്ട് മുകളിലത്തെ ടാങ്കിലോട്ട് കൊടുക്കുക. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ആഴ്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം ഒന്ന് വിടുക. പിന്നെ മുകളിലെ ടാങ്കിൽ ഒരു 500 ml ക്ലോറിന് ഒഴിച്ചു. ഇതൊരു 10-15 മിനിറ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ആ വെള്ളം നോക്കി ചെയ്യണം അല്ലേ? വെള്ളം നോക്കി ചെയ്യണം. അത് നല്ല വെള്ളമാണെങ്കിൽ അറിയാൻ പറ്റും. ചിലപ്പോൾ നല്ല കറുത്ത വെള്ളമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വൈറ്റ് ആണ് വരെ നമ്മളൊന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5-10 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഉറപ്പായിട്ടും ആവും. അടിയിൽ ഈ അടിഞ്ഞ് സെറ്റിലായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അത് കഴിയും. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധനം വന്ന് തിരിച്ച് ഓട്ടോയിലാക്കാൻ ഒരു കാരണവശാലും ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ബ്ലോർ വർക്ക് ചെയ്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാലും വർക്ക് ചെയ്യത്തില്ല ബ്ലോർ. അപ്പം നമ്മൾ ഏത് സാധനം എങ്ങോട്ട് മാറ്റിയാലും തിരിച്ചെല്ലാം ഓട്ടോയിലോട്ട് തന്നെ ഇടണം. ഇതിനെല്ലാം പൊസിഷനിലായിരിക്കും. ഇനി ഏതെങ്കിലും പറഞ്ഞാൽ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഓട്ടോ വർക്ക് ചെയ്തില്ല. അപ്പം നമ്മൾ മാനുവലായിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ സ്ലെഡ്ജ് റീസർക്കുലേഷനും പിന്നെ സ്ലെഡ്ജ് പമ്പ് ചെയ്ത് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മാനുവലായിട്ട് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പമ്പിങ് എല്ലാം നടക്കും. പിന്നെ ഇതിനകത്തൊരു സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ MCB ഒക്കെ ട്രിപ്പാകാൻ സാധ്യതയുണ്ട്. ട്രിപ്പാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പം കുറച്ച് ആംബിയർ കുറച്ചിട്ടായിരുന്നേ. അപ്പോൾ ഒരു പ്രാവശ്യം പമ്പ് കത്തിപ്പോയായിരുന്നു. അപ്പോൾ അത് കത്തിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വന്ന് കയറിയിട്ട് അടഞ്ഞ് കത്തിപ്പോയത്. അപ്പം പെട്ടെന്ന് ട്രിപ്പ് ആകാൻ വേണ്ടി അതിൻ്റെ ആംബിയർ കുറച്ചിട്ട് പമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പൊസിഷൻ ഇതായി 3 MCBയിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രിപ്പ് ആകത്തുള്ളൂ. അപ്പം ഇത് ട്രിപ്പ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഇടയ്ക്ക് നോക്കും. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നോക്കിയാൽ മതി. അല്ല വേറെ റെഗുലറായിട്ട് അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം നോക്കുക. അന്നേരം എന്നെ ഒന്ന് വിളിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യം ഓവറിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്യണം.
ഇതിപ്പം അവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ട് അതിപ്പം എന്തെങ്കിലും ഗ്യാസ്കറ്റിൻ്റെ ഗ്യാസ്കറ്റിന്റെ ലീക്ക് ആവാനാ സാധ്യത. ചാൻസ് അല്ല. ഇതിനകത്ത് ഇതിന്റെ റീഡിങ് ആണെങ്കിൽ ഈ 2 ഗ്ലാസ് ഉണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് റീഡിങ് ഇപ്പം കറക്റ്റായിട്ട് കാണിക്കത്തില്ല. ഓടിക്കൊണ്ടിരുന്ന ഫ്ലോർ ആയതുകൊണ്ട് 10-15 മിനിറ്റ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ കാണിക്കില്ല. എടുത്തിട്ട് എ സിയുടെ ആളാണ് അത് പറ. ട്രെയിനിങ്ങിലാണ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സാറേ ഈ 2 ഫ്ലോറിനെയും റീഡിങ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഓയിൽ ഉണ്ടെന്നുള്ളത്. ഇതിപ്പം ഓടിക്കൊണ്ടിരുന്ന് നിർത്തിയിട്ടുണ്ട് അത്ര കറക്റ്റായിട്ട് കാണിക്കാത്ത. അപ്പം ഒരു 10 മിനിറ്റ് ഇതിൽ ഈ ഒരു ലെവലല്ലേ? ഈ ലെവൽ എൻ്റെ സെൻറ്ററിൽ നിന്നാൽ മതി. അപ്പോൾ ആ ഓയിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ടോപ്പപ്പ് ചെയ്ത് ശരി ചെയ്യേണ്ടത്. ഫിൽറ്റർ എങ്ങനെയാണ് നമുക്ക് അഴിക്കാൻ പറ്റുന്നത്? സ്ക്രൂ വല്ലാണോ? ഇത് ഇവിടെ ഈ സാധനം അഴിച്ചു കഴിഞ്ഞാൽ ഫിൽറ്ററിങ് ഊരി വരും. ഇത് നമ്മൾ ജസ്റ്റ് ബ്ലോവർ വെച്ച് ക്ലീൻ ചെയ്തിട്ടാൽ പോലെ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ഇപ്പം ഇത് ഇതിപ്പം മാറിയിട്ടില്ല ഇതുവരെ. ഇപ്പം യൂസ് ചെയ്യായിരുന്നോണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല, കുറേ നാളോട് ഓടും. അത് കഴിയുമ്പോഴത്തേന് പെർഫോമൻസിലൊക്കെ കുറവ് വരുമ്പോൾ നമുക്ക് എയറേഷൻ ടാങ്കിലൊക്കെ എയർ വരാതിരിക്കും ഈ ഫിൽറ്റർ പോക്കെ ആയിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ അത് മാറിയാൽ മതി. അതൊന്നും എപ്പോഴും മാറുന്ന കാര്യമില്ല. എന്നാലും പിന്നെ ഈ ബ്ലോറിൻ്റെ ഓയിൽ എപ്പോഴും ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ഓവർ ഹീറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഓയിൽ ചിലപ്പോൾ കത്തിപ്പോകും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലീക്ക് വരുമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോറിന് ഓയിൽ ഇല്ലാതെ വരാൻ ചാൻസ് ഉണ്ട്. ഓയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിസ്റ്റം പിടിക്കും. പിസ്റ്റം പിടിച്ചാൽ ഭയങ്കര പണിയായിരിക്കും. നമ്മൾ ബ്ലോറിൻ്റെ കമ്പനി സർവീസിന് കൊടുക്കണം. സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പം നമ്മൾ ഓയിൽ കറക്റ്റായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് ഓയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഓയിൽ ഈ സെയിം ഉള്ളത് തന്നെ മേടിച്ച് വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഒരു 1-2 ലിറ്റർ മേടിച്ച് വെച്ചാൽ മതി. അത് പെട്ടെന്ന് ആവശ്യം വരുന്നതല്ല. പക്ഷേ ഇതിനകത്ത് ഓയിൽ കുറയുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യായിരിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ട് ഓയിൽ നോക്കണം. പിന്നെ എല്ലാ എക്യുപ്മെന്റ്സും ഒന്ന് മാനുവലായിട്ട് ഓടിച്ചു നോക്കിയാൽ നന്നായിരിക്കും, ഏതെങ്കിലും വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെന്നുള്ളത്. ഈ ഓട്ടോയിലായതുകൊണ്ട് പിന്നെ അല്ലെ ആരും നോക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഈ വാൽവ് നമ്മൾ തിരിച്ച് സർക്കുലേഷൻ്റെ വാൽവ് തുറന്നും വെക്കണം. ഏതെങ്കിലും ഒരു വാൽവ് തുറന്നു വെച്ചാൽ അറിയാതെ ആരെങ്കിലും പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാൽവ് തുറന്നു വെച്ചിട്ടില്ലെങ്കിൽ പമ്പ് പോകാൻ കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും 2 വാൽവ് ഒന്ന് ഓപ്പൺ, ഇന്നിലെയും ഔട്ടിലെയും ഏതോ ഒരു വാൽവ് ഓപ്പൺ ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഈ റീസർക്കുലേഷൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് അടയ്ക്കുകയും ചെയ്യാം. ട്രെയിൻ ബെഡിലോട്ടുള്ള അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ടിട്ട് പോകുമ്പോൾ ഗ്രാവിറ്റിയിൽ വെള്ളം മുഴുവൻ ഇറങ്ങി തിരിച്ചങ്ങോട്ട് പോകും. ടാങ്ക് മുകളിലോട്ടാണ്. അപ്പോൾ ഒരു ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വരെ വെള്ളം മുഴുവൻ പൊക്കോണ്ടിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പമ്പ് ഓഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വാൽവ് അടച്ചു വെക്കാൻ മറന്നു പോയത്. എന്നിട്ട് ഇതങ്ങ് തുറന്നു വെക്കണം. ഇതിൽ നമുക്ക് ഒരു മാർക്കിംഗ് എന്തെങ്കിലും ഇപ്പോൾ ഇൻ കേസ് അത് ഞാൻ ബിനീഷിനോട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറയാം. പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ഓട്ടോയിലിടുക. നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ ദിവസവും 5 മിനിറ്റ് ഈ പമ്പ് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പം 1, 2 ഈ 2 വാൽവ് തുറന്നു വെച്ചിട്ട് ഇത് മാനുവലാക്കിയിട്ട് ഈ പമ്പ് ഓൺ ചെയ്ത് വിടുക. അതാണ് എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യം. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ മുകളിലെ സ്റ്റെയിനല്ലേ കച്ചറയൊക്കെ ഒന്ന് അതൊന്ന് ക്ലീൻ ചെയ്യുക. അന്ന് തന്നെ ആ ടാങ്കിനകത്ത് ഒരു 500 ml ക്ലോറിനും ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറെ ഇതിന് ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ബ്ലോവറിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ള ചെക്ക് ചെയ്യുക. മൊത്തം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 15 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ തിരിച്ച് ഓട്ടോയിലിടാൻ ഒരു കാരണവശാലും മറന്നു പോയല്ലോ, ഓട്ടോ ഇട്ടില്ലേ വർക്ക് ചെയ്യത്തില്ല ഒന്നും. അപ്പം ബ്ലോവറൊക്കെ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ കൂടുതലൊക്കെ വർക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ ബാക്ടീരിയ മുഴുവൻ ചത്തുപോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രൂക്ഷമായിട്ടുള്ള മണമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ബ്ലോവർ ഒരു കാരണവശാലും ഓടാതിരിക്കരുത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബ്ലോവറിൻ്റെ ഓയിൽ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ബ്ലോവർ വർക്ക് ചെയ്തില്ലെങ്കിൽ നല്ല സ്മെല്ല് വരും, ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മുടെ മൈക്രോ ഫിൽറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത വരുന്ന വെള്ളമാണ് ഈ ടാങ്കിൽ കളക്ട് ചെയ്യുന്നത്. ഈ ടാങ്കിൽ ആ ടാങ്കിൽ കൂടുതലായിട്ട് വെള്ളം വരുവാണെങ്കിൽ അത് ഈ പൈപ്പ് വഴി കയറിയിട്ട് നേരെ പുറത്തോട്ട് കാനയിലോട്ട് പോകുക. അപ്പം ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളമാണ്. അപ്പോൾ ഇതിനകത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു 1 ലിറ്റർ ക്ലോറിനൊക്കെ ഒഴിച്ചാൽ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് വെള്ളം മുഴുവനായിട്ട് തീരുന്നില്ല. അപ്പം വെള്ളം ഫ്രഷ് വാട്ടർ ആണെങ്കിലും കെട്ടി നിൽക്കുമ്പോൾ അതിനകത്ത് ഈ ബാക്ടീരിയ ഡെവലപ്പ് ആകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ക്ലോറിന് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇതിൽ ഒഴിച്ചു കൊടുക്കണം അല്ലേ? ഇതിൽ ഒരു ആഴ്ചയിലോ ഒക്കെ മതിയായിരിക്കും. അത് നിർബന്ധമുള്ള കാര്യമല്ല, പിന്നെ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, ഒരു 2-3 ദിവസമൊക്കെ കൂടും. ഇനി എല്ലാ ദിവസവും ചെയ്താലും വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെളിയും മണ്ണൊന്നും കാണത്തില്ല. ഈ ഫിൽറ്റർ ഇങ്ങനെ ബാക്ക് വാഷിലേക്ക് ഇടുക, പമ്പ് ഓൺ ചെയ്യുക. അപ്പം വെള്ളം ഡ്രെയിൻ ചെയ്ത് പുറകിലോട്ട് വീഴുന്ന കാണാം. ഒരു പൈപ്പ് നീട്ടി പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ പമ്പ് സാറേ
അത് വാൽവ് എന്തെങ്കിലും മാറ്റണം. ഇവിടെ വാൽവ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല അതല്ലേ, ജസ്റ്റ് ബാക്ക് വാഷ് ഇട്ടിട്ട് ഓൺ ചെയ്താൽ മതി. നോർമൽ കേസിൽ ഫിൽറ്റർ എല്ലാം വാഷ് ചെയ്യുമ്പോൾ ആദ്യം നല്ല വെള്ളമായിരിക്കും വരുന്നത്. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ചെളിയൊക്കെയുള്ള വെള്ളം വരാൻ സാധ്യതയുണ്ട്. അത് വന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് ചെളിയൊന്നും വരുന്നില്ലെങ്കിൽ ഓഫ് ചെയ്ത് റിങ്സിലിടണം. പമ്പ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഈ വാൽവ് എപ്പോൾ ഓപ്പറേറ്റ് ചെയ്താലും പമ്പ് ഓഫ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അത് മറ്റൊന്നുമല്ല, ഇതിനകത്തൊരു റബ്ബറിൻ്റെ ബുഷുണ്ട്. അപ്പം നമ്മൾ നല്ല പ്രഷറിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കാണ് നമ്മൾ പമ്പ് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം അത് മറന്നു പോകല്. ഇതിപ്പോൾ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താലും പമ്പ് ഓഫ് ചെയ്യണം. ഇതിന് നമ്മൾ റിങ്സറായിട്ട് എടുക്കുന്നത് കേട്ടോ. റിങ്സ് ആയിട്ടിട്ട് പമ്പ് ഓൺ ചെയ്യുക. ഈ വെള്ളം ഒരു 5 മിനിറ്റ് ഒക്കെ ഓടിക്കുമ്പോൾ ഇതും ക്ലിയർ ആവും. ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ഫിൽറ്ററായിട്ട് നമുക്ക് ഇടാം. ഇത് ഓഫ് ചെയ്യുക, ഫിൽറ്ററിൽ ഇടുക. അതാ ലൈനിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് അത്ര പ്രഷർ വരുന്നത്, അത്ര ഹൈറ്റിലോട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതെന്താ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ഇതിനകത്ത് കുറച്ച് സാൻഡും കാർബണും ഒക്കെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ വേസ്റ്റ് വാട്ടർ ഒക്കെയാണല്ലോ കയറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ പാർട്ടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്, ചെളി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഈ മീഡിയ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം വെളിയിലോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ബാക്ക് വാഷ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നത്. അതിപ്പം നമ്മളെപ്പോഴും ഫിൽട്ടർ മോഡിലായിരിക്കും കിടക്കുന്നത്. അതിപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും സംശയം വരുന്നത് സിമ്പിളായിട്ടൊരു ടെക്നിക്കുണ്ട്. ബാക്ക് വാഷ് 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞ മോഡിൽ രണ്ടാമത്തെ മോഡായ ബാക്ക് വാഷിലോട്ട് എടുത്തിടുക. പമ്പ് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് അത് ക്ലിയർ ആക്കി കഴിയുമ്പോൾ റിങ്സ് ആയിട്ട് ഇട്ടുക. റിങ്സ് ആയിട്ട് നമ്മൾ തിരിച്ച് ഫിൽറ്ററിൽ തന്നെ ഇടണം, വേറെ മൂഡിലൊന്നും കൊണ്ടിടില്ല. അപ്പം ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം കയറി വരും. അപ്പം ഫിൽറ്ററിൽ തന്നെ നിർബന്ധമായിട്ട് ഇടുക. പിന്നെ ഈ റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം ബാക്ക് വാഷ് ചെയ്താലും നിർബന്ധമായിട്ട് റിങ്സും ചെയ്യണം. ഈ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മീഡിയ വാഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ബാക്ക് വാഷ്. അപ്പം ഈ ബാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സ്റ്റെയിനറയിലൊക്കെ വന്നിട്ട് ചെളിയും മണ്ണും സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ റിങ്സ് ചെയ്താലോ പുറത്ത് പോകത്തുള്ളൂ. ഇനി ഇൻ കേസ് നമ്മൾ ബാക്ക് വാഷ് ചെയ്തിട്ട് റിങ്സ് ചെയ്യാതെ ഫിൽറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെളിയും മണ്ണും ഒക്കെ ലൈനിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ചെളിയും മണ്ണും ഒന്നും കാണത്തില്ല, അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് എപ്പം ബാക്ക് വാഷ് ചെയ്താലും റിങ്സ് ചെയ്തിട്ടോ ഫിൽറ്ററിലിട്ട് ഇടാവുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ചെയ്താൽ പിന്നെ ഇതിനകത്ത് ക്ലോറിൻ എല്ലാ ദിവസവും നോക്കണം തീരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അതൊരു 2 ലിറ്റർ ക്ലോറിനും നിറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്തോളൂ. പിന്നെ കെമിക്കൽ കയറുന്നുണ്ടെന്ന് ഉള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഇത് കയറുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ട്യൂബ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ട്യൂബ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കയറുന്നുണ്ടോ? ഇപ്പം കയറുന്നില്ല, ട്യൂബ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. നേരത്തെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അത് എയർ റിലീസ് ചെയ്ത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ഈ പമ്പ് എയർ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം എന്താണ് വൈബ്രേറ്റ് ചെയ്യാതെ. അപ്പം അത് എയർ റിലീസ് ചെയ്ത് വിടണം. നമ്മൾ എയർ റിലീസ് ചെയ്ത് വിടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് തുറന്നു വിടാം. ഇവിടെ തുറന്നു വിടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്ഷൻ ഉണ്ടോ, ഈ കണക്ടർ ഇവിടെ നിന്ന് അഴിക്കുക. അഴിച്ച് ഇനി ഒന്ന് പമ്പ് ഓൺ ചെയ്തേ. അത് കുറച്ച് സമയം എടുക്കും empty ആയി പോയി കഴിഞ്ഞാൽ കയറി വരാൻ വേണ്ടിയിട്ട്. നല്ല പറഞ്ഞു. ഇപ്പോൾ ട്യൂബ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയുണ്ടോ? ഇത് കയറുന്നുണ്ടെങ്കിൽ അത് കയറുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഈ ട്യൂബ് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം ക്ലോറിൻ കയറുന്നില്ല. അതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സാധനം തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും.
ഈ എയർ എടുക്കുന്ന സാധ്യത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുട്വാല് പൊങ്ങി കഴിയുമ്പോൾ, അതായത് അതിൻ്റെ അടിയിൽ വെള്ളം ഇല്ലാതെ എപ്പോഴും ഡ്രൈ റൺ ആയിട്ട് ഓടുമ്പോഴാണ് എയർ എടുക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്നെ അതൊരു പകുതി ആകുമ്പോഴേ അങ്ങ് ഫില്ല് ചെയ്യുവാണെങ്കിൽ ഈ എയർ എടുക്കുന്ന പ്രശ്നം ഒഴിവാക്കാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വരുമ്പം ഈ സ്ട്രെച്ച് അപ്പം ഓൺ ചെയ്യുന്ന കൂടുതൽ നോക്കിയാൽ മതി അതിനകത്ത് കെമിക്കൽ ഉണ്ടോ. കെമിക്കൽ പകുതിയൊക്കെ ആണെങ്കിൽ ടോപ്പ് ചെയ്ത് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ എയർ എടുക്കുന്ന ഇഷ്യൂ സോൾവ് ആകും. എയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മാത്രമേ എയർ പുറത്തോട്ട് പോകത്തുള്ളൂ. എയർ പുറത്തോട്ട് പോയില്ലെങ്കിൽ പമ്പ് വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഡയഫ്രം അടിച്ചു പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും വിളിച്ചാൽ മതി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ. PCBക്ക്